ആമി, അമ്മൻ്റെ പൊന്നു ഒക്കെ കഴിഞ്ഞാ? ഗുഡ് മോർണിംഗ്. നമുക്കിനി ചോറ് തിന്നാൻ പോണ്ടേ? ആമി, വർക്കളി. ഇന്നാണ് ഐന്ദ്ര ബേബീൻ്റെ ചോറാണ്. എന്താണെന്നറിയില്ല, വളരെ സന്തോഷമായിരുന്നു എനിക്ക്. എല്ലാ അമ്മമാർക്കും ഉണ്ടാവും, എന്നാലും എന്തോന്നറിയില്ല, പ്രത്യേക സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞിന് ചോറൂണ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാകുമല്ലോ, അതേപോലെ തന്നെ. രാവിലെ തന്നെ ഐന്ദ്ര ബേബി എഴുന്നേൽപ്പിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അവൾ ഈ സമയത്ത് അങ്ങനെ എഴുന്നേൽക്കാറില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരുവിധം ഒരുക്കിയെടുത്തു. ഇവിടുന്ന് രാവിലെ 8 മണിക്ക് വിടണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും റെഡിയായി വരുമ്പോഴേക്കും 9 മണിയായി. നമ്മൾ ചോറ് കൊടുക്കാൻ പോകുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്താണ്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു വാവ ഉണ്ടായ സമയത്ത് പറശ്ശിനിക്കടവ് പോയിട്ട് ചോറ് കൊടുക്കണമെന്ന്. കണ്ണൂർക്കാർ സ്വതവേ പറശ്ശിനിക്കടവ് പോയിട്ട് തന്നെയാണ് ചോറ് കൊടുക്കാറ്. നമ്മൾ പോയത് മൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ തിരക്കൊക്കെ കുറവായിരുന്നു. ആമിക്കുട്ടി എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആമിക്കുട്ടി എന്ന് വെച്ചാൽ അവിടെ ചെല്ലപ്പേരാ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് മാത്രമാണ് പോയത്. ആമിയെ ഞാൻ ആദ്യമായിട്ട് പുഴയിലിറക്കി. അവൾക്കെന്തോന്നറിയില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. കുറേ സമയം കാല് വെച്ച് അവിടെ തന്നെ നിന്നു. കരയാനൊന്നും നിന്നില്ല. ഞാൻ പിന്നെ അധികം നേരം നിർത്തിയില്ല, പെട്ടെന്ന് തന്നെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. അവൾക്കൊരു തുലാഭാരം ഉണ്ടായിരുന്നു. കൽക്കണ്ണം വെച്ചിട്ടാണ് തുലാഭാരം നടത്തിയത്. അവൾക്കെന്തോ പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ, ചെറുതിങ്ങനെ കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങ് എടുത്തു. ചോറ് കൊടുക്കാൻ വരുന്നവർ ഹോളിഡേയ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഹോളിഡേയ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. ആമിക്കുട്ടി ചെറുങ്ങനെ കരയാനൊക്കെ തുടങ്ങിയപ്പോൾ അവളെ അച്ഛനടുത്ത് ഡാൻസൊക്കെ കളിപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഓൾറെഡി ടോക്കനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് 84 ആയിരുന്നു. അപ്പോൾ ചോറൂണൊക്കെ തുടങ്ങി. ആദ്യം തന്നെ മുഖം കഴുകി, പിന്നെ നെറ്റിയിൽ ചന്ദനം ചാർത്തി. നെറ്റിയിൽ ചന്ദനം ചാർത്തിയ ശേഷം നമ്മൾ പായസം ഒഴിച്ച് 3 തവണ പായസം വായിലായി കൊടുക്കും. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ എനിക്കും കയറാൻ പറ്റി. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ നമുക്കൊരാൾക്ക് കൂടെ കയറാൻ പറ്റും. അതുകൊണ്ട് എനിക്കും ചോറ് കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ അതേപോലെ എൻ്റെ അമ്മമ്മയും ചോറ് കൊടുക്കാൻ കയറി. ആദ്യമൊക്കെ ആമിക്കുട്ടി കരഞ്ഞെങ്കിലും പിന്നെ ആൾ ഓക്കെ ആയി. പായസമൊക്കെ കുറച്ച് കഴിച്ചു. പിന്നെ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആമിക്കുട്ടി വല്ലാതെ ടയേർഡായി. കാരണം നല്ല ചൂടല്ലേ. ഈ ചൂട് കാലത്ത് നമ്മൾ കുട്ടിയെടുത്ത് പുറത്ത് പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒന്നും പറയണ്ടല്ലോ, അവിടുത്തെ മെയിൻ പ്രസാദമാണല്ലോ ഈ വൻപയറും തേങ്ങാ കഷ്ണവും ചായയും. അതിനൊക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പിന്നെ അധികം ലേറ്റ് ആക്കിയില്ല. ഇവിടെ 1 മണിക്ക് ശേഷമാണ് അന്നദാനം നടക്കുന്നത്. നമ്മൾ അന്നദാനത്തിനൊന്നും നിന്നില്ല. കാരണം ഓൾറെഡി ആമിക്കുട്ടി ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു.